വചനത്തിൻ വഴിയേ സ്വർഗ്ഗത്തിലെത്താം. ആമേൻ, ആമേൻ. യേശുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞെ, 1 കൊറിന്തോസ് 3:3 പൗലോസ് ശ്ലീഹ നമ്മെ നോക്കി പറയുകയാണ്, നിങ്ങൾ ഇപ്പോഴും ജഡിക മനുഷ്യർ തന്നെയാണ്. നിങ്ങളുടെ ഇടയിൽ ഇപ്പോഴും തർക്കവും ഭിന്നതയും ഉള്ളപ്പോൾ, നിങ്ങൾ സാധാരണക്കാരല്ലാതെ മറ്റാരാണ്? എന്നെ ജഡിക മനുഷ്യനാക്കുന്നത് കേവലം എൻ്റെ ദുരാസക്തി മാത്രമല്ല. എന്നെ ജഡിക മനുഷ്യനാക്കുന്ന എൻ്റെ ലൈംഗികമായ തെറ്റുകളും കുറവുകളും വഴിതെറ്റലുകളും മാത്രമല്ല. നമ്മുടെ ഇടയിൽ തർക്കങ്ങളും ഭിന്നതകളും കൊടികുത്തി വാഴുമ്പം നമ്മൾ കേവലം സാധാരണക്കാരാണ്. ലോകത്തെ ഇളക്കി മറിക്കാനുള്ള ശക്തിയുള്ള കരുത്തുള്ള ആളാണ് നീ. പക്ഷേ നീ ഭിന്നതയ്ക്കും തർക്കത്തിനും വിധേയനാകുമ്പോൾ ഒരു പ്യുവർ ജഡിക മനുഷ്യൻ, പൂർണ്ണമായും നീ ജഡിക മനുഷ്യനാണ്. നിങ്ങളിപ്പോഴും ജഡിക മനുഷ്യരാണ്. നിങ്ങളുടെ ഇടയിൽ ഇപ്പോഴും അസൂയയും തർക്കവും നിലനിൽക്കുമ്പോൾ ജഡികരല്ലാതെ നമ്മൾ മറ്റാരാണ്? അസൂയയും തർക്കത്തിൻ്റെയും കഴുത്ത് അറുത്ത്, അസൂയയുടെയും തർക്കത്തിൻ്റെയും ശ്വാസം അമർത്തി അതിനപ്പുറം ഉയർന്ന് നമുക്ക് വേറും ജഡികരല്ലാതെ ആയിരിക്കാം, വിശുദ്ധരായി തീരാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.